വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 6ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠത്തിൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കയറി എടുത്ത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. 1ാമത്തെ പാഠത്തിൻ്റെ ഒരു ലിങ്കിനകത്തിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും സോഷ്യലും സയൻസും മാത്സ് ആണെങ്കിൽ സെപ്പറേറ്റ് ആവും ഞങ്ങൾ ഇട്ടേക്കുന്നത് കേട്ടോ. അതായത് പാർട്ടായിട്ടോ. നമ്മൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ട് തന്നെ ഇത് ഈ കണക്ക് ആ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് പാർട്ടായിട്ടാണ്. പാർട്ട് 1, 2, 3 എന്നിങ്ങനെ നിങ്ങൾ ആ നമ്പർ പാർട്ടായിട്ട് തന്നെ എടുത്ത് കാണണം കേട്ടോ മാത്സിൻ്റെ. പിന്നെ ഇപ്പം ഞാൻ എല്ലാ വിഷയത്തിൻ്റെയും 2ാമത്തെ ചാപ്റ്ററാണ് ഇപ്പം നമ്മളിടുന്നത് കേട്ടോ. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ വൃത്തിയായിട്ട് എഴുതിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ 2ാമത്തെ ചാപ്റ്റർ എഴുതാൻ. അത് വൃത്തിയായിട്ട് നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ബീനാസ് ലേണിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്തിൽ പാർട്ടായിട്ട് നിങ്ങൾക്ക് വേണേൽ എഴുതിയെടുക്കാം കുഞ്ഞുങ്ങളെ. പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. വാരി വലിച്ചൊന്നും നോട്ട് തരുന്നില്ല. എത്രയും ചെറുതാണ്. നിങ്ങൾ മാത്സൊക്കെ കയറി കാണുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ. കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ഞാൻ റിപ്ലൈയും തരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കണക്ക് തന്നെ വീണ്ടും എടുത്ത് ഒത്തിരിയും വട്ടം പറയുന്നുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ കണ്ടു നമ്മുടെ 6ാമത്തെ 6ാം ക്ലാസ്സുകാരുടെ മാത്സിൻ്റെ ഒരു കമൻറ്റ് വോളിയത്തിൻ്റെ കേട്ടോ. വോളിയം ഒന്നുമില്ല കുഞ്ഞുങ്ങളെ. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടി അങ്ങ് ഗുണിച്ച് വെച്ചാൽ മതി. അതായത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതിനകത്തിൽ എന്തോ ആലോചിക്കാൻ, നീളവും വീതിയും ഉയരവും ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് 3 കൂടി അങ്ങ് ഗുണിച്ച് വെച്ചാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതി എന്ന്. ഇനി അഥവാ ഏതെങ്കിലും നമുക്കിപ്പോൾ വോളിയം തന്നെങ്കിൽ നമുക്ക് ചിലപ്പം വോളിയം തരും കുഞ്ഞുങ്ങളെ. വോളിയം കണ്ടുപിടിക്കാനല്ലേ നമ്മൾ പഠിച്ചത്. വോളിയം തന്നിട്ട് നീളവും വീതിയും തരുവാണെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തന്നിരിക്കുന്ന നീളവും വീതിയെ അത് ഞാനതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടെ കൂട്ടിയിട്ട് വോളിയം കൊണ്ട് ഞാൻ നിങ്ങളെ പാർട്ട് തന്നെ എടുത്ത് കാണണം കേട്ടോ. ഡിവൈഡ് ചെയ്യുന്നത് വോളിയത്തിനെ ഡിവൈഡ് ചെയ്യുന്നത് അവിടെ ഡിവൈഡാണ് ചെയ്യുന്നത്, അവിടെ ഗുണിക്കുമല്ല. കാരണം വോളിയം നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ട് വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അത് മാത്സ് എപ്പോഴും ഒരാൾ പറയുന്നത് കേട്ട് പഠിക്കരുത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ട് തന്നെ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മാത്സ് എന്താവും നിങ്ങൾ എപ്പോഴും കണ്ട് തന്നെ പഠിക്കണമെന്ന്. അപ്പോൾ നമ്മൾ 1ാമത്തെ പാർട്ടിൻ്റെ മൊത്തം നോട്ട് വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ 2ാമത്തെ പാർട്ടിൻ്റെ എല്ലാ 2ാമത്തെ ചാപ്റ്ററിൻ്റെ എല്ലാ വിഷയത്തിൻ്റെയും ആണ് നോട്ട് തരുന്നത്. വൃത്തിയായിട്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും നമ്മുടെ ഇതിനകത്തിൽ ഇടാം. മനസ്സിലാവാത്തതുണ്ടെങ്കിലും ഇടാം. ഞാനത് പിന്നീട് എടുക്കുന്ന ക്ലാസ്സിൽ അത് എടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വോളിയത്തിൻ്റെ 5ാം പാർട്ട് ഇടുന്നുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ കണ്ടായിരുന്നു വോളിയത്തിൻ്റെ 5ാമത്തെ പാർട്ട് സ്കൂളിലെടുത്തു. നമ്മളിവിടെ എടുത്തില്ല എന്ന്. കാരണം ഞാൻ എല്ലാ ചാപ്റ്ററും ഓരോ ദിവസം ഇത് നിങ്ങൾക്ക് ഇടുന്നില്ലേ. ഇപ്പോൾ മാത്സ് ടീച്ചറാണെങ്കിൽ ആ ടീച്ചറിന് അത് മാത്രം പഠിപ്പിച്ചാൽ മതി. അവർക്കത് പെട്ടെന്ന് പഠിപ്പിച്ച് കയറും. നമ്മൾ എല്ലാ വിഷയവും എടുക്കുന്നത് കൊണ്ട് നമുക്ക് പാർട്ടായിട്ട് എടുക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും പഠിക്കും. എൻ്റെ തൊണ്ട ഒരു ശകലം വയ്യ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ. ഇന്നും ത്രോട്ട് ഇൻഫെക്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൻ്റെ അതൊന്നും ഇതെന്ന് അറിയത്തില്ല. കൂടുതൽ സംസാരിച്ച് കഴിയുമ്പം ത്രോട്ടിന് കംപ്ലൈൻ്റ് ആവുക കേട്ടോ. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം സംസാരം കുറയ്ക്കാനാണ് പറഞ്ഞത്. പക്ഷേ നമുക്കത് പറ്റത്തില്ലല്ലോ കേട്ടോ. അപ്പം നമുക്ക് പാർട്ട് 2 കാണാം. ഓക്കെ. അപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, നമ്മുടെ കേരള പാഠാവലിയുടെ 1ാമത്തെ പാഠം അമൃതം നുകരാം അല്ലേ. അതിനകത്ത് അടുക്കള TP രാജൻ്റെ TP രാജീവൻ എഴുതിയ അടുക്കള. അപ്പോൾ അതിനകത്തിൽ ഈ ഒന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഇത് വെറും പാചകത്തെ പറ്റിയുള്ള ഒരു കുറിപ്പല്ല. പഴയ കാലത്തെ സ്ത്രീകളുടെ ജീവിത രീതിയും അവസ്ഥയും ആചാരങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കുന്നുവെന്ന് ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞതോടൊപ്പം എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂവെന്ന പഴയ ചിന്താഗതിയും ഇവിടെ വ്യക്തമാക്കുന്നു. എരിശ്ശേരി കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ രുചി കുറയുന്നത് പോലെ തന്നെ സ്ത്രീകൾ കൂടുതൽ ചിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന ചിന്താഗതിയാണ് ഇതിലൂടെ പറയുന്നത്. പണ്ട് സ്ത്രീകൾ മാത്രമായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ പാചകം ചെയ്യുന്നത് സ്ത്രീകളുടെ മാത്രം ജോലിയല്ല. ഇപ്പോൾ പുരുഷന്മാരും അടുക്കളയിൽ ജോലി ചെയ്യാറുണ്ട്. പഴയ കാലത്തെ ആൾക്കാരുടെ ചിന്തകൾക്ക് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് കവി പറയുന്നത് കേട്ടോ. അപ്പോൾ 1ാമത്തെ
നമ്മളെല്ലാം പറയുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഒന്ന് പറയുന്നത് കേട്ടോ. ഒന്നെന്തിനാണ് ഇപ്പോൾ വീണ്ടും പറയുന്നതെന്നൊരു ഇത് വരുമായിരിക്കും. എല്ലാം എന്ന് വെച്ചാൽ നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്. സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും വിളയുന്ന ഒരു സമ്പന്നമായ താഴ്വര. കൂടാതെ ആടും കോഴിയും പന്നിയും താറാവും. ഇതിൽ നിന്നും ആ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ ആണോ? അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാം? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 5-6 പേരങ്ങ് പഠിക്കണം കേട്ടോ. കറിക്ക് നുറുക്കുന്നു, മീൻ വൃത്തിയാക്കുന്നു, ഇറച്ചി വെട്ടുന്നു, അരി ഗോതമ്പ് അരയ്ക്കുന്നു, മല്ലിമുള വരയ്ക്കുന്നു, ഇഞ്ചി പുതിന ചതയ്ക്കുന്നു, ഭക്ഷണം പാകമായോ എന്ന് നോക്കുന്നു, നിലം വൃത്തിയാക്കുന്നു, കൈ കഴുകുന്നു, പിന്നെ പാത്രങ്ങൾ കഴുകുന്നു തുടങ്ങി എണ്ണിയാൽ തീരാത്ത പ്രവൃത്തികളാണ് അടുക്കളയിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നോക്കിക്കേ, ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതെല്ലാമാണ് അല്ലേ. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ചെയ്തു തീരാത്ത പണികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ വയറ് വിശന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്തത്, അടുക്കളയിൽ വിശന്നു നിലവിളിക്കുന്നതായിരിക്കും അല്ലേ. അങ്ങനൊരു ചോദ്യമുണ്ട് കേട്ടോ. കുട്ടികളും ഭക്ഷണം ലഭിക്കാത്തവരും അനാഥരും അടുക്കളയിൽ വിശന്ന് ആരായിരിക്കും എന്നാവും കുഞ്ഞുങ്ങളെ. അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് ആരായിരിക്കും എന്നല്ലേ. കുട്ടികളും ഭക്ഷണം ലഭിക്കാത്തവരും അനാഥരും അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ടെസ്റ്റ് നല്ലപോലെ വായിക്കണം കുഞ്ഞുങ്ങളെ. ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താണ്? അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാൾ ഏറെ ആവശ്യക്കാരുമുണ്ട്. ഇനി അതിഥികളെങ്ങാനും വന്നാൽ ഒന്നും കഴിക്കാൻ കിട്ടാതെയും വരുന്നു. പാചകം ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ഒരു പാചകം ചെയ്തു കഴിഞ്ഞ് അതങ്ങോട്ട് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും അടുത്ത പാചകത്തിൻ്റെ സമയമാകും. അടുക്കളക്കാരിക്ക് ഭക്ഷണം കഴിക്കാനോ ഭക്ഷണം കഴിച്ചോ എന്ന് തിരക്കാനോ ആരും ഉണ്ടാവാറില്ല. അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് അടുക്കളക്കാരിയായ ആ സ്ത്രീ തന്നെയായിരിക്കും എന്നാണ് കേട്ടോ. നമ്മൾ ഒന്നാമത്തെ ലിങ്കിൽ അതൊക്കെ ഇട്ടതാണ്. പിന്നെ രണ്ടാമത്തെ നോക്കുക, അടുക്കളയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ അതായത് ആറ്റൂർ രവിവർമ്മയുടെ സാവിത്രി രാജീവൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻസർ മാത്രമായത് ആറ്റൂർ രവിവർമ്മയുടെ വരികൾ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. അവർക്ക് വിശ്രമമില്ല അല്ലേ. അവൾക്ക് വിശ്രമമില്ല, മയങ്ങാൻ സമയമില്ല, സൂര്യനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് ജോലി ചെയ്യുന്നു എന്നാണ്. ഇനി സാവിത്രി രാജീവൻ്റെ വരികൾ സ്ത്രീയെ ഒരു യന്ത്രമായിട്ട് കാണുന്നു. അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, തൻ്റെ മക്കൾക്കും കുടുംബത്തിനുമായി കൂടുതൽ സമയം കണ്ടെത്തുന്നു. ഇതെല്ലാം അടുക്കള എന്ന കവിതയുടെ ആശയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഇനി അടുത്ത് കേരള പാഠാവലിയുടെ നമ്മൾ ഇനി ഇടാനുള്ളത് ചട്ടിപ്പത്തിരി ആയിരുന്നു നിങ്ങളെ. രണ്ടാമത്തെ പാഠമാണ് ചട്ടിപ്പത്തിരി. ഈറ എന്ന് വെച്ചാൽ ഇവിടെ കോപം എന്നാണ് അർത്ഥം. മറതി എന്ന് വെച്ചാൽ മറവി. ചെനമ്പം എന്ന് വെച്ചാൽ അല്പം എന്നാണ്. പയ്യുംപാല്, പശുമ്പാല്, അങ്ങനെ കുറേ പ്രൊനൗൺസിയേഷൻ ഇതിനകത്തിൽ വരുന്നുണ്ട് കേട്ടോ. P.A. മുഹമ്മദ് കോയയുടെ നോവലായ സുൽത്താൻ വീട് എന്നതിലെ ചട്ടിപ്പത്തിരി എന്ന കഥ ഒരു നാടൻ കുടുംബജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്കും ഭക്ഷണ സംസ്കാരത്തിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇൻട്രൊഡക്ഷൻ ആട്ടോ. ചട്ടിപ്പത്തിരി എന്ന് കേൾക്കുമ്പോൾ മലയാളി മനസ്സിൽ ഓർമ്മ വരുന്നത് രുചിയിലും സ്മരണയിലും നന്മ നിറഞ്ഞ ഒരു വിഭവമാണ്. ഈ ഭക്ഷണം ഈ കഥയിൽ വെറും ഒരു വിഭവമല്ല, അല്ലെ വെറും ഒരു ഭക്ഷണമല്ല, കുടുംബ ബന്ധത്തിൻ്റെ പ്രതീകമാണ്. അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുടെ പേര് പറയാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മുട്ടിപ്പലക, വട്ടപ്പലക, പത്തിരിക്കുഴൽ, ചെമ്പ്, കുയിർക്കണ, പിഞ്ഞാണങ്ങൾ, സാൻ, വട്ടച്ചെമ്പ്, ഉരുളി, കാസ തുടങ്ങിയവയാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ് ഇത്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ആ വീട് നിങ്ങൾ ടെസ്റ്റ് വായിച്ചു നോക്കിയായിരുന്നു നിങ്ങളെ. ചട്ടിപ്പത്തിരിക്ക് വേണ്ട സാധനങ്ങളെല്ലാം തലേന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവന്നു. അത് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ കുട്ടികൾ അത് എടുത്ത് തിന്നും. ഒന്നുകിൽ അത് തിന്നും, അല്ലെങ്കിൽ അതെല്ലാം പറ്റില്ല. കാരണം ഇതുങ്ങളെല്ലാം ഞൊളച്ചുകൊണ്ടിരിക്കുമല്ലോ. എല്ലാം അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ എല്ലാം കൂടെ തട്ടി മറിച്ച് അവിടെ കളയും. അതല്ലെങ്കിൽ കൈ കിട്ടുന്നവർ ഇതെടുത്ത് കഴിക്കും. പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ആവില്ല എന്ന് വെച്ചാൽ എല്ലാം കുട്ടികൾ എടുത്ത് തിന്നുമെന്ന്. വീട്ടിൽ കുട്ടികൾ വളരെ കൂടുതലായതിനാൽ അവരെല്ലായിടത്തും കൈവെക്കും അല്ലേ. സാധനങ്ങൾ കളയാൻ വരെയും സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ബിച്ചായി ഷെയ്ത്താത്തയാണ് ഇങ്ങനെ പറഞ്ഞത്. ഏറെ കുട്ടികളുള്ള പുരയാണ്, കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ബിച്ചായി ഷെയ്ത്താത്തയാണ് കേട്ടോ.
അടുത്ത, ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്താണ്? ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ കൽമേയിയാണ് പറഞ്ഞത്. ആരാണ് പറഞ്ഞത്? കൽമേയിയാണ് പറഞ്ഞത്. അവള് പാലും പഞ്ചസാരയും കലർത്താൻ മറന്നുപോയത് മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അത് ചായയോ ഏതാണ്ട് ഇടാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ അവിടെ കഥയ്ക്കകത്തിലെ. അപ്പോൾ അവൾ പാലും പഞ്ചസാരയും കലർത്താൻ മറന്നുപോയി അല്ലേ? അത് മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല, പൂർണ്ണമായിട്ടും ഞാൻ മറന്നുപോയി എന്നതാണ്. ഇനി എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എപ്പോഴാണ്? കൽമേയിയുടെ മകനാണ് അബു എന്ന കുഞ്ഞ് അടുക്കളയിൽ വന്ന് അപ്പം നമുക്കില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ബിച്ചായി ഷെയ് താത്തയ്ക്ക് ദേഷ്യം വന്നു, അല്ലെ കോപം വന്നു. അപ്പോഴാണ് താത്ത ഇങ്ങനെ പറഞ്ഞത്, എന്താ, നീ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി ഒന്നും കാണാത്തതല്ലേ? അല്ല പിന്നെ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. എപ്പോൾ ആരോട് പറഞ്ഞതൊക്കെ നല്ലപോലെ ആ കഥ വായിക്കുമ്പോൾ മനസ്സിലാവും. ബിച്ചായി ഷെയ് താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരൊച്ചയും അവർ കേട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലെ താജ്മഹൽ പണിയുന്ന പോലെ ചട്ടിപ്പത്രം ഇങ്ങനെ അടിക്കി മേപ്പോട്ട്. കാരണം ഇതൊന്ന് കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെറ്റിപ്പോയി ഇതെല്ലാം പന്നലായി പോകും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഇവരെന്താണ് അടിക്കി മേപ്പോട്ട് ഇങ്ങനെ ഒരു കേട് പോലും വരാതെ ഇങ്ങനെ മേപ്പോട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ തട്ടായിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ശ്രദ്ധ മൊത്തം അതെങ്ങനെയും വൃത്തിയായിട്ട് നല്ല. അതായത് ഇവിടെ പറയുന്നത് ചട്ടിപ്പത്തിരി 20 എണ്ണം ഉണ്ടാക്കി. അതിനൊരു നാശവും രുചിക്കുറവും ഉണ്ടാകരുതെന്ന് താത്ത ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് കുട്ടി അപ്പുറത്ത് നിന്നും പത്തിരി വെന്തോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ താത്തയുടെ മനസ്സും ശ്രദ്ധയും എന്തായിരുന്നു? ആ ചട്ടിപ്പത്തിരിയിൽ ആയിരുന്നു. അവരെന്ത് ചെയ്തു? ചുറ്റുമുള്ള ലോകം അന്നേരം മറന്നുപോയി എന്നതാണ് കേട്ടോ. കഥ വായിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാം. എന്നാലും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുമെന്ന്. അതിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ കുഞ്ഞുങ്ങളെ, പലഹാരങ്ങളുടെ താജ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കണ്ടായിരുന്നോ? ഇവിടെ ഇത് പറയുന്നത് നമ്മുടെ ചട്ടിപ്പത്തിരി തയ്യാറാക്കി തീർന്ന ശേഷമാണ്. ആ ചോദ്യം കറക്റ്റായിട്ട് മൊത്തം എഴുതണേ, വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ചുരുക്കി എഴുതിയേക്കുവാണ്. ഇവിടെ ഇത് പറയുന്നത് ചട്ടിപ്പത്തിരി തയ്യാറാക്കി തീർന്ന ശേഷമാണ്. ഏറെ പരിശ്രമം കൊണ്ട് താത്തയും കുടുംബവും ചേർന്ന് നിർമ്മിച്ച ചട്ടിപ്പത്തിരിയെയാണ് താജ് എന്ന പദം കൊണ്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? രണ്ടാമത്തെ പാഠം മലയാളം ഫസ്റ്റ് അല്ലേ? ഇനി മലയാളം സെക്കൻഡ് നമ്മൾ അതും എടുത്തതാണ്. ഏതാണെന്നറിയോ? മാതൃഭാഷ നമ്മെ ചേർത്ത് നിൽക്കുന്നു. പി പവിത്രൻ്റെ മാതൃഭാഷയും സൗന്ദര്യബോധവും എന്ന ലേഖനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പാഠഭാഗം. അതിനകത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് എഴുതിയേക്കുന്നു. കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? കുട്ടിക്കാലത്ത് നാം മണക്കുന്നതും രുചിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതുമെല്ലാം എന്താണെന്ന് അറിയുന്നത് മാതൃഭാഷയിലൂടെയാണ്. കുട്ടിക്കാലത്ത് എന്തും നമ്മൾ മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. കാണുന്ന വസ്തുക്കളെയും കേൾക്കുന്ന ശബ്ദങ്ങളെയും ചൂട്, തണുപ്പ് തുടങ്ങിയ വികാരങ്ങളെയും അനുഭവങ്ങളെയും മാതൃഭാഷയിലൂടെയാണ് നാം ഉൾക്കൊള്ളുന്നത്. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അടുത്തത്, ഇടി, നിലാവ് തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് അനുഭവപ്പെടുന്നത്? ഇടി എന്ന് കേൾക്കുമ്പോൾ ആ ശബ്ദം മാത്രമല്ല, പേടിയും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിലാവെന്ന് കേൾക്കുമ്പോൾ ആ വെളിച്ചം മാത്രമല്ല, നമുക്കൊരു കുളിർമയും അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആ അനുഭവങ്ങൾ പോലെ തന്നെ നമുക്കും മനസ്സിൽ തോന്നുമെന്ന്. അടുത്തത്, ഏറ്റവും വലിയ അറിവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? അനുഭൂതിയുടെ രൂപത്തിലുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം? ശാസ്ത്രം ഉള്ളതിനെക്കുറിച്ച് മാത്രം പറയുന്നു അല്ലേ? എന്നാൽ ഭാഷയാകട്ടെ എല്ലാത്തിനെയും മനസ്സിൽ കാണാൻ പഠിപ്പിക്കുന്നു. ഭാഷ നമ്മുടെ മുന്നിലല്ലാത്ത വസ്തുക്കളെയും സംഭവങ്ങളെയും മനസ്സിൽ കാണാൻ സഹായിക്കുന്നു. അനേകം കാഴ്ചകളും അനുഭവങ്ങളും ഭാഷ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. പഴഞ്ചൊല്ല് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് ടെസ്റ്റിനകത്ത് കേട്ടോ. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇവിടെ പരിചിത വസ്തുക്കൾ എന്ന് വെച്ചാൽ നായ, പല്ല്, ശൗര്യം. മനസ്സിലുണ്ടാകുന്ന ആശയം എന്ന് വെച്ചാൽ ഒരു കാലത്തെ കരുത്തനായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര അങ്ങോട്ട് ഫലിക്കുന്നില്ല. ഇനി 2, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. ഇവിടുത്തെ പരിചിതമായ വസ്തുക്കൾ പുലി, പുല്ല്, തിന്നുക എന്നുള്ളതാണ്. മനസ്സിലുണ്ടായ ആശയം എന്ന് വെച്ചാൽ ദാരിദ്ര്യം, കഷ്ടപ്പാട്, യാചന, എന്ത് കിട്ടിയാലും അവർ കഴിക്കും എന്നുള്ളതാണ്. അടുത്തത്, കടുവയെ പിടിച്ച കിടുവ. ഇവിടുത്തെ പരിചിത വസ്തുക്കൾ എന്ന് വെച്ചാൽ കടുവ. മനസ്സിലുണ്ടായ ആശയം എന്ന് വെച്ചാൽ തമ്മിൽ പോര് നടത്തുമ്പോൾ ശക്തന്മാരായിരിക്കും എപ്പോഴും അശക്തനെ കീഴടക്കുന്നത്. മാതാവേ എന്നും പിതാവേ എന്നും വിളിച്ചപ്പോൾ അത് നമ്മുടെ മലയാളം സെക്കൻഡിലേക്ക് തോന്നുന്നു അല്ലേ? മാതാവേ എന്നും പിതാവേ എന്ന് വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ കാരണം എന്താണ്? മാതാവേ പിതാവേ എന്ന് വിളിച്ചപ്പോൾ ആ ഉമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിലുള്ള സ്നേഹബന്ധം ഒരു നാടകീയത ഇല്ലാത്ത ഭാഷയിൽ പറയുന്നതാണ് നല്ലത്. മലയാളത്തിൽ ഉമ്മ എന്നും ബാപ്പ എന്നുമാണ് സ്നേഹത്തോടെ അവർ വിളിച്ചതും ശീലിച്ചതും. മകൻ അത് മാറ്റി വിളിച്ചപ്പോൾ
വിളിച്ചപ്പോൾ ഒരു പോരായിക അല്ലെങ്കിൽ ഒരു സ്നേഹക്കുറവ് അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഉമ്മ തവിയെടുത്ത് അടിച്ചത്. നെൽസൺ മണ്ടേല പറഞ്ഞതിൻ്റെ പൊരുളെന്ത്? നമ്മുടെ ടെസ്റ്റിനകത്തിലെ കുറേ ചോദ്യങ്ങളായത് കേട്ടോ. നമ്മൾ ഒരാളോട് അയാൾക്ക് ബോധ്യമാവുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ അയാളുടെ തലച്ചോറിലേക്കാണ് പ്രവേശിക്കുന്നത് അല്ലേ. എന്നാൽ നമ്മുടെ മാതൃഭാഷയിലാണെങ്കിൽ അത് ഹൃദയത്തിലേക്കും കടക്കുന്നു അല്ലേ. അങ്ങനെയല്ലേ കുഞ്ഞുങ്ങളെ? നമ്മൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ ഒരാളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ഒക്കെ പൊടിബന്ധങ്ങളും ഒക്കെ ഇട്ട് അല്ലേ. ഇപ്പം ഞാനിപ്പോൾ കണ്ട മലയാളം പഠിപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ് മലയാളം. അപ്പം നമ്മൾ അതുപോലെ അവർ പറയുന്ന രീതി തന്നെയാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? അല്ല. നിങ്ങളെ അത് ഏത് രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിലുള്ള രീതിയിൽ സംസാരത്തിലാണ് അല്ലേ, നമ്മുടെ ഭാഷയിലാണ് നമ്മൾ അത് സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ, അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു എന്നാണ്. എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അത് മുമ്പ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറാണ്. അബു വന്നപ്പോൾ അത് നമ്മൾ മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറാണ്. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾ കൊണ്ട് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഏത് ചാപ്റ്ററിലെയാണെന്ന് നിങ്ങൾക്ക് ആ വായിക്കുമ്പോഴേ മനസ്സിലാവും കേട്ടോ. ഇതാ കുഞ്ഞുങ്ങളെ, ഒരുപാട് സമയവും പ്രയാസവും എടുത്ത് ചെയ്യുന്ന ഒരു പലഹാരം തന്നെയാണ് ഈ ചട്ടിപ്പത്തിരി. താജ്മഹൽ പണിയുമ്പോൾ അവർക്കുണ്ടായിരുന്ന ശ്രദ്ധ പോലെയാണ് ഈ ചട്ടിപ്പത്തിരി വട്ടച്ചെമ്പിൽ ഓരോന്നായി 20 എണ്ണം അടുക്കി ഉയർത്തി വെച്ചത്. ബിച്ചായി ഷെയ്ത്താത്തയെ സംബന്ധിച്ചിടത്തോളം അത് താജ്മഹൽ പണിയുന്ന അധ്വാനം തന്നെയായിരുന്നു എന്നാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. മലയാളം ഫസ്റ്റും സെക്കൻഡും കൂടെ നമ്മൾ പറഞ്ഞത് കേട്ടോ. മലയാളം ഫസ്റ്റും സെക്കൻഡും നല്ല വൃത്തിയായിട്ട് അത് എഴുതിയെടുക്കണം. ഇനി നമ്മൾ ഇംഗ്ലീഷിൻ്റെ നമ്മൾ ഒന്നാമത്തെ ലിങ്കിൽ ഇട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. വാട്ട് കളേഴ്സ് ആർ, അതായത് കളേഴ്സ് ഓഫ് ദ എർത്ത് എന്നൊരു പാഠമുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് രണ്ടാമത്തെ കേട്ടോ. വാട്ട് കളേഴ്സ് ആർ വി മെയ്ഡ് ഓഫ്. അപ്പോൾ നോക്കിയോ നിങ്ങളെ, ഇവിടെ കളേഴ്സ് ഓഫ് എർത്ത് എന്നാണ് കേട്ടോ. രണ്ടാമത്തെയാണ് ദ കളേഴ്സ് ഓഫ് എർത്ത്. സാറ പെർട്ടിൽ എന്ന് പറയുന്ന ഒരാളാണ് അത് എഴുതിയത്. PI പെർട്ടിൽ കേട്ടോ. പേരൊക്കെ ഒന്ന് നോക്കണേ നിങ്ങൾ, അത് ടെസ്റ്റിലുള്ളതാണ്. എന്ന് വെച്ചാൽ അതിനകത്തൊരു പാട്ടാണ് പറയുന്നത്. അതായത് നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. ഓരോ നിറവും വ്യത്യസ്തമാണ് അല്ലേ. എല്ലാവർക്കും ഒരേ നിറമാണോ കുഞ്ഞുങ്ങളെ നമ്മളെ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ? അല്ല. ഓരോ നിറവും എന്താണ്? ഓരോ നിറവും സത്യസന്ധമാണ്. നമ്മൾ ഭൂമിയുടെ നിറങ്ങൾ കൊണ്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഓരോന്നിനെയും കൊണ്ട് പറയുന്നത്, നമ്മളെ ഭൂമിയിൽ ഓരോ നിറങ്ങൾ കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ച നിറങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മുടെ കഥാകൃത്ത് പറയുന്നതാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓരോരുത്തരുടെയും കണ്ണുകൾ ഓരോ രീതിയിലാണ് അല്ലേ. എനിക്ക് അത് ഒന്നാമത്തെ ടോപ്പസ് എന്ന് വെച്ചാൽ നമ്മൾ നവരത്നം ഇല്ലയോ നിങ്ങൾ? 9 എണ്ണം. അതിനകത്തിൽ ഒന്നാമത്തെയാണ് ഒന്നാമത്തെ അല്ല, ഒരെണ്ണമാണ് ഈ ടോപ്പസ്. അപ്പോൾ ഓരോരുത്തരുടെയും കണ്ണിൽ നമുക്ക് ഓരോ ഇതും കാണാൻ പറ്റും അല്ലേ. ടോപ്പസ് കാണാൻ കഴിയും, എനിക്ക് ആകാശം കാണാൻ കഴിയും, കടലിലെ പച്ചപ്പ് കാണാൻ പറ്റും, ചാരനിറം ഉണ്ടല്ലോ നിങ്ങളെ, കടലിൻ്റെ ചാരനിറങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, രാവിലെ തിളങ്ങുന്ന തവിട്ട് നിറത്തിലുള്ള നദി കാണാൻ പറ്റും എന്നൊക്കെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഓരോ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നു. ഇനി എൻ്റെ സുഹൃത്തുക്കളുടെ കൈയിലോട്ട് നോക്കിയാലോ, എനിക്ക് ചെസ്നട്ട്, അതൊരു തരം കഴിക്കുന്നൊരു കായാണ് ചെസ്നട്ട് അല്ലേ, ഒരു കളറുണ്ട്. ചെസ്നട്ട് കാണാൻ കഴിയും. എനിക്ക് അവരുടെ കയ്യിൽ ധാന്യങ്ങൾ ഒക്കെ കാണാൻ കഴിയും. ഗോതമ്പിൻ്റെയും ശരീരത്തിലെ ഓരോരുത്തരുടെയും ശരീരത്തിലെ ഓരോരോ പുള്ളികളുണ്ടല്ലോ നിങ്ങളെ, പല ഇതിലുള്ള അതുതന്നെ കളർ തന്നെ ഉദ്ദേശിക്കുന്നത് ഗോതമ്പിൻ്റെ കളറായിട്ട് പല പുള്ളികളായിട്ടും ഒക്കെ ഓരോരുത്തരുടെയും ശരീരത്തെ കാണാൻ പറ്റും, ഓരോരുത്തരുടെയും കൈകളിൽ കാണാൻ പറ്റുമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഇമാജിനേഷനാണ് കുഞ്ഞുങ്ങളെ. ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും, അങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇനിയും അതുപോലെ തന്നെ പറയുന്നുണ്ട്, രാവിലെ സൂര്യന് വന്നിട്ട് എന്ത് ചെയ്തു, സൂര്യൻ വന്ന് ചുംബിച്ച മരങ്ങൾ, കറുത്ത മരങ്ങളും ഭൂമിയുടെ നിറങ്ങളുടെ പേരിൽ അത് എന്നോട് പറയുന്നുണ്ട്. പിന്നെ വഴുതനങ്ങയുടെ പർപ്പിള്, പീച്ചിൻ്റെ ഓറഞ്ച്, കടൽത്തീരത്തെ കല്ലുകളുടെയും പച്ചയും കറുപ്പും, രാവിലെ പർവ്വതങ്ങളിൽ സൂര്യൻ ഉദിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നു? ആകാശം കാണാൻ കഴിയും, കടൽ കാണാൻ കഴിയും, പ്രഭാതത്തിലെ മിന്നിത്തിളങ്ങുന്ന നദിയെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്തുവാ, ഇന്തോത്തിനെയൊക്കെ നമുക്ക് ഇതൊരു ഇമാജിനേഷൻ കഥയാവും നിങ്ങളെ. ഓരോരുത്തരുടെയും കണ്ണുകളിൽ നോക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റുമെന്ന് ആദ്യം ചോദിച്ചേക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നവരത്നങ്ങളുടെ കളറ് കാണാൻ പറ്റും, ആകാശം പോലെ കാണാൻ പറ്റും, പച്ചയും ചാരനിറത്തിലുമുള്ള പലരുടെയും കൃഷ്ണമണിയിലോട്ട് നോക്കിയാൽ അതില്ലേ, പലരുടെയും കണ്ണുകളിൽ ഓരോന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ ഓരോരുത്തരുടെയും കൈകളിൽ എന്തെല്ലാം കാണാൻ പറ്റുമെന്നാണ് ഇല്ലേ, കൈകളിൽ. അതാണ് ഇവിടെ ഓരോന്നും ഇമാജിൻ ചെയ്യുന്നതാണ് കേട്ടോ. അതിനെക്കുറിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട്
കളേഴ്സ് ആർട്സ് വി മെയ്ഡ് ഓഫ്, എന്താ നമ്മളെ എന്തൊക്കെ നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ആ ടെസ്റ്റിൽ പറഞ്ഞപ്പം ഏതൊക്കെയാണ്, ഭൂമിയുടെ വ്യത്യസ്ത കളർ കൊണ്ടാണെന്ന്. വി ആർ മെയ്ഡ് അപ്പ് ഓഫ് കളേഴ്സ് ഓഫ് ദി എർത്ത്. അതാ ഒന്നാമത്തത്. ഇവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് കളേഴ്സ് ക്യാൻ സ്പീക്കർ സീ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. ഇവിടെ നമ്മുടെ സ്പീക്കർക്ക് അവരുടെ സുഹൃത്തുക്കളുടെ കണ്ണിൽ ഏതൊക്കെ നിറങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞു സുഹൃത്തുക്കളുടെ കണ്ണുകളിൽ, ഓരോരുത്തരുടെയും കണ്ണുകളിൽ ഏതൊക്കെ കാണാൻ പറ്റുമോ നിങ്ങളെ. ദ സ്പീക്കർ ക്യാൻ സീ എന്തൊക്കെയാ, ടോപ്പസ്, സ്കൈ, പിന്നെ ടോപ്പാസ്, സ്കൈ ഗ്രീൻ ആൻഡ് ഗ്രേ ഓഫ് ദ സീ ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ ഐസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ഓരോരുത്തരെയും കണ്ണുകളിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു വരി അങ്ങ് എഴുതണേ. അടുത്ത മൂന്നാമത്തെ, വാട്ട് നാച്ചുറൽ തിങ്സ് ഡസ് ദ സ്പീക്കർ മെൻഷൻ ഇൻ ദ സോങ്സ്. സ്പീക്കർ പാട്ടിൽ എന്തൊക്കെ പ്രകൃതിദത്ത കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത്, എന്തൊക്കെയാണ് പിന്നീട് പറഞ്ഞത്, സ്കൈ, റോളിംഗ് സീ, പിന്നെ ഡാസ്ലിംഗ് റിവർ ഇൻ ദ മോർണിംഗ്, സൺ കിസ്ഡ് ട്രീസ്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺസ് ഓൺ ബീച്ച് ആൻഡ് സൺ ഓൺ മൗണ്ടൻസ്. എന്ന് വെച്ചാൽ സ്പീക്കർ ആ പാട്ടിൽ പ്രകൃതി നാച്ചുറലായിട്ട് അല്ലേ, നാച്ചുറൽ തിങ്സ് പ്രകൃതിദത്ത കാര്യങ്ങൾ പറയുന്നത് ആകാശത്തെക്കുറിച്ച്, കടൽ, റോളിംഗ് സീ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ തിരയടിക്കുന്നില്ല, അതാ ഉദ്ദേശിച്ചത്. പ്രഭാതത്തിൽ മിന്നിത്തിളങ്ങുന്ന നദിയെ, ഡാസ്ലിംഗ് റിവർ ഇൻ ദ മോർണിംഗ്, സൺ കിസ്ഡ് ട്രീ എന്ന് വെച്ചാൽ സൂര്യൻ രാവിലെ വന്ന് മരങ്ങളെ ഉമ്മ വയ്ക്കുന്നതും, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺ ഓൺ ബീച്ച്, ബീച്ചിൽ കാണുന്ന പച്ചയും കറുപ്പുമായ കല്ലുകൾ, ആൻഡ് സൺ ഓൺ മൗണ്ടൻസ്, മലമുകളിൽ കാണുന്ന സൂര്യനെയുമാണ് നമ്മുടെ കവി ഇവിടെ ഈ പാഠത്തിൽ പറയുന്നത്. വാരി വലിച്ചൊന്നും ഞാൻ തന്നിട്ടില്ല, നിങ്ങളെ പ്രധാനപ്പെട്ട മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ദ സ്പീക്കർ ട്രൈങ് ടു കൺവേ അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹ്യൂമൺ ആൻഡ് നേച്ചർ. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സ്പീക്കർ എന്താണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ദ സ്പീക്കർ ഈസ് ട്രൈങ് ടു കൺവേ ദാറ്റ് ഹ്യൂമൻസ് ആർ കണക്റ്റഡ് ടു നേച്ചർ ആൻഡ് ദാറ്റ് വി ക്യാൻ സീ റിഫ്ലക്ഷൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി ഇൻ ഈച്ച് അതർ. അല്ലേ, ഓരോന്നിലും എന്താ റിഫ്ലക്ഷൻ ഓഫ് എ നാച്ചുറൽ ബ്യൂട്ടി, പ്രകൃതിദത്തമായ സൗന്ദര്യം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ബ്യൂട്ടി കേട്ടോ. ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ദ സ്പീക്കർ ഈസ്, വായിക്കാൻ പറ്റുന്നുണ്ടോ, ട്രൈങ് ടു കൺവേ ദാറ്റ് ഹ്യൂമൻസ് ആർ കണക്റ്റഡ് ടു നേച്ചർ ആൻഡ് ദാറ്റ് വി ക്യാൻ സീ റിഫ്ലക്ഷൻ ഓഫ് എ നാച്ചുറൽ ബ്യൂട്ടി ഇൻ ഈച്ച് ദെയർ. വായിക്കാൻ പറ്റുന്നോ? അടുത്ത, വാട്ട് കളർ ഡസ് ദ സ്പീക്കർ സീ ഓൺ ദ ബീച്ച്. ബീച്ചിൽ സ്പീക്കർ കാണുന്ന നിറങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഏതാ, ഗ്രീൻ കളർ, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കളർ ഓഫ് സ്റ്റോൺസ്. വാട്ട് തിങ്സ് ഡിസ്ക്രൈബ് ഇൻ ദ സോങ്സ് അട്രാക്റ്റഡ് യു ദ മോസ്റ്റ്. വൈ. ഇവിടെ പാട്ടിൽ പറയുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഏറ്റവും ആകർഷിച്ചത്, പറയുന്നതല്ലേ ഡിസ്ക്രൈബ് ചെയ്യാനും അല്ലേ, പാട്ടിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ ഏറ്റവും ആകർഷിക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ട് നിങ്ങളെ. ഇവിടെ നോക്കി, ഇൻ ദീസ് പോയം ദ പോയിറ്റ് സേസ് അബൌട്ട് ഡൈവേഴ്സിറ്റിയാണ്, വൈവിധ്യത്തിനെയാണ് ഇവിടെ, ഡൈവേഴ്സിറ്റി കേട്ടോ. ഇൻ ദീസ് പോയം ദ പോയിറ്റ് സേസ് അബൌട്ട് ഒന്നാമത്തെ ഡൈവേഴ്സിറ്റി, എസ്പെഷ്യലി കളർ ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻസ്. പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് എന്തുവാ, ഡൈവേഴ്സിറ്റി ഓഫ് ഹ്യൂമൻസ്, മനുഷ്യരുടെ കളറുകളെ കുറിച്ചാണ്. ഷീ റിയലി ലവ്സ് ദാറ്റ് ഡൈവേഴ്സിറ്റി ആസ് ഷീ ലവ്സ് ദി എർത്ത്. ഡൈവേഴ്സിറ്റി ആസ് ഷീ ലവ്സ് ആണ് കുഞ്ഞുങ്ങൾ ദ എർത്ത്. ഇനി എർത്ത് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ, ബിക്കോസ് ഇറ്റ് ഹാസ് മെനി ഡിഫറെൻറ്റ് കളേഴ്സ്. നമ്മുടെ ഭൂമി വളരെ മനോഹരമാണ്, മെനി ഡിഫറെൻറ്റ് കളേഴ്സ്, ലൈക്ക് ദാറ്റ് ഹ്യൂമൻ ബീയിങ് ആർ ആൾസോ ബ്യൂട്ടിഫുൾ അല്ലേ, സിൻസ് ദേ ഹാവ് ഡൈവേഴ്സിറ്റി ഇൻ കളേഴ്സ്. ഓരോ സെൻറ്റൻസായിട്ട് നിങ്ങൾ നമ്പർ ഇട്ട് എഴുതി പഠിക്കുമോ, എങ്ങനെ ആയാലും മതി. നിങ്ങളിവിടെ കളേഴ്സ് ഓഫ് എർത്ത്, ഇവിടെ ഏതൊക്കെ കളറിനെ കുറിച്ച് പറയുന്നുണ്ട്, ചെസ്നട്ട്, ഗ്രേ, കോൺ ലൈക്ക് കളർ, വീറ്റ് ലൈക്ക് കളർ, ടോപ്പസ്, ബ്ലാക്ക് പർപ്പിൾ, ഓറഞ്ച്, ഇങ്ങനെയൊക്കെ കുറേ കളറുകളെ കുറിച്ചൊക്കെ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അത്രയും മതി കുഞ്ഞില്ല കേട്ടോ. അതിനകത്തിലെ മെയിൻ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്ത ഹിന്ദിക്കകത്തിലെ രുരു എന്ന് പറയുന്ന ചാപ്റ്റർ, അത് നമ്മൾ ഇട്ടതാണ്. ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഇട്ടതാണ്. അതിനകത്തിലെ അർത്ഥങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അഥവാ കാണാത്തവരോ കേൾക്കാത്തവരോ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് എഴുതണേ. ഇതൊരു കഥയാണ്, രുരുവിൻ്റെ എന്ന് വെച്ചാൽ ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞിൻ്റെ കഥയാണ് കേട്ടോ. അതൊക്കെ വൃത്തിയായിട്ട് ആ കഥ നിങ്ങൾ അഥവാ കണ്ടില്ലെങ്കിൽ ഞാനത് ലിങ്കിനകത്തിലെടുത്ത് ലിങ്ക് എടുത്തൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടിയായിരുന്നു രുരു, ഒരു കങ്കാരുവിൻ്റെ കുട്ടിയാണ്. കങ്കാരുവിൻ്റെ കുട്ടികളെ ജോയ്സ് എന്ന് വിളിക്കുന്നു. നായയുടെ കുഞ്ഞിനെ പില്ല എന്നും
പൂച്ചയുടെ കുഞ്ഞ് ബിലൗട്ട എന്നും വിളിക്കുന്നുണ്ട് അല്ലേ. അവൻ്റെ അമ്മ അവനെ രുരു എന്ന ഇത് ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും അവൻ്റെ അമ്മ അവനെ രുരു എന്നായിരുന്നു വിളിച്ചിരുന്നത്. കാരണം അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു കൊച്ചായിരുന്നു. അപ്പോൾ അവർ അമ്മ ചോദിക്കും, നീ എന്തിനാ ഈ എപ്പോഴും കരയുന്നേ? അമ്മ വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നുണ്ടായിരുന്നു അവനോട്. മകനെ, നിനക്ക് വളരെ ഏകാന്തത തോന്നുന്നുണ്ടോ? കങ്കാരു സഞ്ചിയിൽ നിന്നും ഒരു നേർത്ത സ്വരം അന്നേരം പറഞ്ഞായിരുന്നു, അതെ, എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല അമ്മേ. അമ്മ സന്തോഷം കൊണ്ട് അന്നേരം തുള്ളിച്ചാടി. അതുകൊണ്ടാണ് എൻ്റെ കുട്ടി ദുഃഖിതായിരിക്കുന്നത് അല്ലേ. അമ്മ കുറച്ചു നേരം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരുന്നു അല്ലേ ഇത് കേട്ടപ്പോൾ. അപ്പോൾ ഈ സമയമായി കുഞ്ഞെ, നിനക്കിനിയും നീ കങ്കാരുവിൻ്റെ വയറ്റിലെ ആ പൗച്ചിനകത്തിലാണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അമ്മ പറയുന്നത്, നിനക്ക് വെളിയിലിറങ്ങാനുള്ള സമയമായി കുഞ്ഞെ. അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഇറങ്ങി നീ പുറത്തു പോയി കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കൂ. നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അമ്മയുടെ മടിത്തട്ടിൽ തന്നെ ഇരിക്കാതെ പോയി നീ വെളിയിൽ പോയി കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കൂ. കുറച്ച് ഭയന്നുകൊണ്ട് മടിയോടെ മെല്ലെ മെല്ലെ അമ്മയുടെ സഞ്ചിയിൽ നിന്ന് അവൻ തല പുറത്തേക്കൊന്ന് ഇട്ടു. അപ്പോൾ ലോകം എത്ര വലുതായിരുന്നു എന്നും എത്ര സുന്ദരമാണ്, എത്രയധികം നിറങ്ങൾ, ശബ്ദങ്ങൾ, എന്തൊരു സുഗന്ധമാണ് വെളി എന്നൊരു ആശ്ചര്യത്തോടെ പറയുന്നതാണ്. പിന്നെയോ പക്ഷേ രുരു പകച്ചുപോയി. ആദ്യമായിട്ടുള്ള വെളിയിലോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മുടെ രുരു പകച്ചുപോയി. ഇത്രയും വലിയ രോഗമായിരുന്നോ പുറത്ത്? അമ്മ കങ്കാരു കുറച്ച് നേരം എന്ത് ചെയ്തു? ക്ഷമയോടെ നിന്നു. പിന്നെ എന്ത് ചെയ്തു? മൃദുവായിട്ട് അവൻ്റെ തോളിലൊന്ന് തട്ടി. എന്നിട്ടോ പിന്നെ രുരു സ്വയം കങ്കാരു സഞ്ചിയിൽ നിന്നും പുറത്തിറങ്ങി അവൻ സ്വന്തമായിട്ട് പരിശ്രമിക്കുകയാണ്. പുറത്തിറങ്ങാൻ നോക്കി രുരു അവസാനം സഞ്ചിയിൽ നിന്നും പുറത്ത് ചാടുന്നതായിട്ടാണ് കുഞ്ഞുങ്ങളെ ഈ കഥ. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസറേ തന്നിട്ടുള്ളൂ. സഞ്ചിയിൽ നിന്നും തല പുറത്തേക്കിട്ടപ്പോൾ രുരു എന്തെല്ലാമാണ് കണ്ടത്? രുരുനെ ജബ് അപ്പനെ മാം കി थैली से सिर बाहर निकला तो उसने चारों ओर पहाड़, पेड़ पौधे, नीला आकाश और खुला वातावरण देखा. यह सब कुछ उसके लिए നയാ ഓർ രോമാഞ്ചക ഥ വെച്ചാൽ സഞ്ചിയിൽ നിന്നും തല പുറത്തേക്കിട്ടപ്പോൾ അതിൻ്റെ ചുറ്റുപാടിലാകെ പർവ്വതങ്ങൾ, മരങ്ങൾ, നീല ആകാശം, പരന്ന പ്രകൃതി എന്നിവ കണ്ടു. ഇവയെല്ലാം അതിന് പുതിയതും അതിശയിപ്പിക്കുന്നതും ആയിരുന്നു എന്നാണ്. കണ്ടോ? നിങ്ങളത് വൃത്തിയായിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി പഠിക്കണം നിങ്ങൾ കേട്ടോ. പിന്നെ ഞാനൊരു കമൻറ്റ് ബോക്സിൽ ഒരെണ്ണം കണ്ടു, ഇത് എഴുതിയപ്പോൾ മാർക്ക് കിട്ടിയില്ല എന്ന്. ചോദിച്ച ചോദ്യം എന്താണെന്ന് നോക്കിയിട്ട് വേണ്ടേ നിങ്ങളെ ആൻസർ എഴുതാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ചോദ്യം ഒന്നും അറിയാൻ വയ്യാത്തവർ മാത്രമേ എന്ത് ചോദിച്ചാലും ഇത് എഴുതണമെന്ന് ഞാനൊന്ന് പറഞ്ഞായിരുന്നു പഠിപ്പിച്ചപ്പോഴേ. ഒന്നും അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും അങ്ങ് എഴുതി വെക്കണേന്ന് പറഞ്ഞു. അപ്പം ഈ ടീച്ചർമാർ ചിലപ്പോൾ ഈ പാഠം മാത്രമായിരിക്കും പരീക്ഷ ഇടുന്നത്. അപ്പോൾ എന്ത് ചോദിച്ചാലും ഇത് എഴുതി വെച്ചാൽ അവർ മാർക്ക് തരുമോ? തരത്തില്ല. കാരണം ഇതിനെല്ലാം ക്വസ്റ്റ്യൻ ആൻസറും ടീച്ചർ പഠിപ്പിച്ച് കാണും. അപ്പോൾ അത് നിങ്ങൾ പഠിക്കാനോട്ടല്ലേ മാർക്ക് തരാഞ്ഞത്. അടുത്ത് നമ്മൾ ബേസിക് സയൻസ് ആണ് നിങ്ങളെ. ബേസിക് സയൻസ് നമ്മൾ കുറേ മാഗ്നറ്റ് അല്ലേ, മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റീംസ്, ഇത് നമ്മൾ കുറേ എടുത്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട് അങ്ങ് കാണിക്കുക. ഇത്രയുള്ള മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ്, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണ്, കണ്ടോ? മാഗ്നറ്റിക്കും നോൺ മാഗ്നറ്റിക്കും എന്താണെന്നും പിന്നെ സബ്സ്റ്റൻസ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങളിതെല്ലാം കുറേയൊക്കെ എഴുതിയെടുത്തതാണ്. ഞാനത് കാണിക്കാം. മാഗ്നറ്റിക് പോൾസ് എന്താണ്, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, അതിൻ്റെ മലയാളം, മലയാളമൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ഉണ്ട്. നമ്മുടെ ടെസ്റ്റിൽ ചെയ്യാവുന്ന മാഗ്നറ്റിക് പോൾസ് എന്താണ്? ഒരു കാന്തം മുറിഞ്ഞ് 2 കഷ്ണങ്ങളായാൽ എന്തൊക്കെയാണ്? മാഗ്നറ്റിക് കോമ്പസ് എന്താണ്? ഭൂകാന്തം എന്നാൽ എന്താണ്? ഭൂകാന്തം എന്നാൽ എന്താണ്? ഇംഗ്ലീഷാണ് എൻ്റെ മലയാളം. ഇതാണ് കാന്തങ്ങൾ അടുക്കുമ്പോൾ. അത് ഇത് വളരെ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ. ഇതിൻ്റെ എല്ലാം ക്ലൂ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും റിപ്പൽഷനാണ്. ഡിഫറൻറ്റ് വന്നാൽ മാത്രമേ എന്തുള്ളൂ, അട്രാക്ഷൻ ഉള്ളൂ. ആ ക്ലൂ പഠിച്ചിട്ട് വേണം പോകാൻ. ഇതിലെ കുറേ ചോദ്യം തരും. എസ് വന്നാൽ അത് എപ്പോഴും റിപ്പൽഷനാണ്. എന്നും വന്നാൽ റിപ്പലാണ് എന്ന് വെച്ചാൽ വികർഷിക്കുകയാണ്. ഡിഫറൻറ്റ് വന്നാൽ അട്രാക്ഷനുമാണ്. അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാറുണ്ട്. കാന്തത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തെല്ലാം? ഒരു 4 സ്വഭാവങ്ങൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ.
കാന്തത്തിൻ്റെ ചരിത്രം അത് നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ടെന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കണേ. ഇനി പെർമനൻറ്റ് മാഗ്നറ്റും ടെമ്പററി മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം, സ്ഥിരകാന്തവും താൽക്കാലിക കാന്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാന്തം ഉപയോഗിക്കുന്നത് എന്തത്തിലൊക്കെയാണ്? വൈദ്യുത കാന്തം എന്നാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് എന്നാൽ എന്താണ്? ലെറ്റസസ് ആണേ. ലെറ്റസസ് ഞാനെപ്പോഴും ടെസ്റ്റിലാണ് എപ്പോഴും അടയാളപ്പെടുത്തി തരുന്നത്. അത് നിങ്ങളൊന്ന് കാണണേ നിങ്ങൾ കേട്ടോ. ഇത് പിന്നെ പ്രകൃതിയിൽ നിന്നുള്ളതും റഫായിട്ടൊന്ന് തന്നതാണ്. നാച്ചുറൽ മാഗ്നറ്റ് എന്താണ്? ഓക്കെ. ഇനി അടുത്ത് സോഷ്യൽ കൾച്ചറൽ എക്സ്ചേഞ്ച്. ഇത് നമ്മൾ കുറേ പഠിച്ച ഓർമ്മയുണ്ടോ ഈ പാഠം? സാംസ്കാരിക വിനിമയ പരിപാടികൾ. ഗ്രീസ്. അപ്പോൾ 4 പിള്ളേർ അവിടെ ടി വിക്കകത്തിൽ വന്ന് തല കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലായിരുന്നു? അതിലൊന്ന് നമ്മുടെ ഇന്ത്യക്കാരെ അല്ലേ? അപ്പോൾ ഗ്രീസിനെ കുറിച്ചാണ്. ഇത് നമ്മൾ കുറേ പറഞ്ഞതാണ്. ഗ്രീസ്, അതിൻ്റെ മലയാളം ഏതൊക്കെ രാജ്യങ്ങൾ? ഗ്രീസിൻ്റെ പ്രധാന നഗരം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൺ വേഡ് ഒരുപാടുള്ള ഒരു പാഠമാണ് കേട്ടോ. മാത്സ് ഇടാഞ്ഞത് നമ്മുടെ ചാനലിൽ ഓൾറെഡി എല്ലാം പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. കാണുന്നവർക്കറിയാം അതിൻ്റെ അകത്തിലെ പ്രത്യേകത. ചെയ്തിട്ടേക്കുന്ന കണക്കുകൾ, ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കുകൾ വരെയും ഞാൻ എടുത്ത് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതെങ്ങനെയാണ്, കാരണം ഈ സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കൊക്കെ ഈ ടെസ്റ്റിനകത്തിൽ കണ്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ നിങ്ങൾ. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടേക്കുന്ന കണക്കുകൾ വരെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വോളിയത്തിൻ്റെ പാർട്ട് 5 ഇടുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ഇട്ട് തന്നിട്ട്, കാരണം അടുത്ത ആഴ്ച മുതൽ ഇനി അങ്ങോട്ട് എക്സാമാണ്. എല്ലാവർക്കും മന്ത്ലി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു നിങ്ങളെ. എല്ലാവർക്കും നല്ല മാർഗം ഉണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു. ഓരോ ആൾക്കാരും ഉണ്ട്. കുറേ ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറയുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാരല്ല, കുറേ ഇവിടെ ഇപ്പോൾ ഏതൊക്കെയാണ്? അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചത് പ്ലേറ്റോ. ഇതെല്ലാം വൺ വേഡ് ആയിട്ടോ. അതുപോലെ തന്നെ എഴുതണേ. പേർഷ്യൻ എംപയറിനെ കുറിച്ച് നിങ്ങൾ എഴുതി കാണുമെന്ന് എനിക്കറിയാം, കാരണം നമ്മൾ ലിങ്ക് ഇട്ടതാണ്. പേർഷ്യൻ ഭരണപരിഷ്കരണം. സരതുഷ്ട ദർശനം. ജനപദം. ഒരു 16 മഹാജനപദങ്ങളുണ്ട് കേട്ടോ. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മഗധ. ഇത് 3 മാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായത് എന്തൊക്കെയാണ്? ഒരു 4 പോയിൻ്റ് ഉണ്ട്. ഇംഗ്ലീഷും മലയാളം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ. മഗധയുടെ തലസ്ഥാനം വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. ചെറുതായിട്ട് കുനുകുനാന്നില്ല കടുക് വാരിയിട്ടേക്കുന്ന പോലെ പേപ്പറിനകത്ത് എഴുതി വെക്കരുത്. എൻ്റെ പൊന്നുമക്കളെ നല്ലപോലെ വലുതായിട്ട് തന്നെ എഴുതി പഠിക്കണം. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് വലുതായിട്ടും വൃത്തിയായിട്ടും എഴുതുന്നതിനാണ്. നമ്മളൊരു ടീച്ചർ ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ, നിങ്ങളുടെ സ്കൂളിലെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അത് പഠിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾ ആദ്യം അറിയേണ്ടത് അത് വെറും വൃത്തിയായിട്ടും എഴുതിയെടുത്തിട്ടുണ്ടോ എന്നതാണ്. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിങ്ങളിനി ടീച്ചർ പെട്ടെന്ന് പഠിപ്പിക്കുകയെന്ന് വെച്ചോ, അല്ലെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ട് തരുവാണെന്ന് വെച്ചോ, നിങ്ങളൊരു റഫ് ബുക്ക്, നിങ്ങൾക്ക് സ്കൂളിൽ എല്ലാവർക്കും റഫ് ബുക്ക് ഉണ്ടല്ലോ, അതിനകത്തിലോട്ട് എളുപ്പം അങ്ങ് എഴുതിയെടുക്കണം. പെട്ടെന്ന് അങ്ങ് എഴുതിയെടുത്ത് വൃത്തിയായിട്ട് പെട്ടെന്ന് അങ്ങ് എഴുതിയെടുക്കുക. എന്നിട്ട് വീട്ടിൽ വന്ന് സമാധാനത്തെ നോട്ട് ബുക്കിലോട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പം നമുക്ക് ആ നോട്ട് ബുക്ക് നോക്കി നമുക്ക് പഠിക്കാനും നമുക്ക് തോന്നും. വൃത്തിയായിട്ടും വലുതായിട്ടും എഴുതി വെക്കാമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ തോന്നും. ഇല്ലെങ്കിലുണ്ടല്ലോ വാരി വലിച്ച് ഓരോ പിള്ളേരുടെ ബുക്ക് നോക്കുമ്പം തന്നെ ഉണ്ടല്ലോ അവർ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇല്ലയോ. അപ്പോൾ ഇവിടെ നമ്മൾ ജൈനമതങ്ങളുടെ ആശയങ്ങൾ കേട്ടോ, ഇതൊക്കെ നമ്മൾ ടെസ്റ്റിനകത്ത് നല്ലപോലെ പഠിച്ചതാ. ബുദ്ധിസം, ചാർവാക ദർശനം ഒക്കെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മളെല്ലാ വിഷയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സോഷ്യൽ, സയൻസ്, മാത്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുത്ത് കമൻറ്റ് ബോക്സിൽ പറയണം. ഞങ്ങൾ 2ാമത്തെ ചാപ്റ്റർ എല്ലാം എഴുതി കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് 3ാമത്തെ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഓക്കെ നിങ്ങൾ, താങ്ക് യു. കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ വേണം കേട്ടോ. ഞാൻ ഇത്രയും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ കാര്യം അതല്ലേ ഉള്ളൂ കേട്ടോ. ഓക്കെ നിങ്ങൾ, താങ്ക് യു.